എന്താണ് കർമ്മ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, ഓരോ വാക്കിനും, ഓരോ ചിന്തയ്ക്കു പോലും നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീടൊരു തിരിച്ചുവരവുണ്ടെങ്കിലോ? ഒരാൾ നമ്മെ വേദനിപ്പിച്ചാൽ ഒരിക്കൽ അതേ വേദന അവർക്കും അനുഭവിക്കേണ്ടി വരുമെങ്കിൽ അതിനെ തന്നെയാണ് പലരും കർമ്മ എന്ന് വിളിക്കുന്നത്. കർമ്മ എന്നത് ശിക്ഷ മാത്രമല്ല, നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന എല്ലാം, നന്മയായാലും ചീത്തയായാലും, ഒരു ദിവസം മറ്റൊരു രൂപത്തിൽ നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ജീവിത നിയമമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർമ്മ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്, നല്ല ആളുകൾക്കും എന്തുകൊണ്ട് കഷ്ടങ്ങൾ ദുരിതങ്ങൾ വരുന്നു, മോശം രീതിയിലൂടെ ജീവിക്കുന്നവർ എന്തുകൊണ്ട് സുഖമായി ജീവിക്കുന്നു, നമ്മുടെ ജീവിതം മാറ്റാൻ കർമ്മത്തെ എങ്ങനെ ഉപയോഗിക്കാം. ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങളുടെ ചിന്താഗതിയും ജീവിതത്തെ കാണുന്ന രീതിയും മാറാൻ സാധ്യതയുണ്ട്. പലർക്കും കർമ്മ എന്നത് നീ ചെയ്തത് നിന്നിലേക്ക് തിരിച്ചു വരും എന്നൊരു വാക്കായി മാത്രമായാണ് കാണുന്നത്. പക്ഷേ കർമ്മ അതിനേക്കാൾ ആഴമുള്ളതാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാളെ നിർമ്മിക്കുന്നത്. ഇന്ന് ഒരു വിത്ത് നട്ടാൽ വർഷങ്ങൾക്കപ്പുറം ഒരു വലിയ മരം ആകുന്നത് പോലെ. ഓർക്കുക, വൈരാഗ്യം വിതച്ചാൽ ഒരിക്കലും സമാധാനം ലഭിക്കില്ല. വഞ്ചന ചെയ്താൽ വിശ്വാസം തിരിച്ചു ലഭിക്കില്ല. എന്നാൽ നന്മ ചെയ്താൽ ഒരിക്കലത് ജീവിതം രക്ഷിക്കുന്ന അനുഗ്രഹമായി തിരിച്ചു വരും. എന്നാൽ പലർക്കും ഒരു ചോദ്യമുണ്ടാകും, പിന്നെ എന്തുകൊണ്ട് നല്ല മനുഷ്യർക്കും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുന്നു? സത്യത്തിൽ നല്ല ആളുകൾക്ക് കഷ്ടം വരുന്നത് അവർ മോശം ആളുകളാണ് എന്നതിന് തെളിവായിട്ടല്ല. ചിലപ്പോൾ ആ കഷ്ടപ്പാടുകൾ അവരെ കൂടുതൽ ശക്തരാക്കാനായിട്ടായിരിക്കും. സ്വർണം തീയിൽ കത്തിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ തിളക്കം പുറത്തു വരൂ. ചില സമയങ്ങളിൽ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, മറ്റുള്ളവരെ ചതിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, നിരന്തരം തെറ്റുകളിലൂടെ ജീവിക്കുന്നവർ. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഓർക്കുക, എന്തിനും ഒരവസാനമുണ്ടാകും. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിക്കും ഒരു സമയത്ത് തക്കതായ ഫലമുണ്ടാകും. ചിലർ പുറത്തുനിന്ന് സന്തോഷവാന്മാരായി തോന്നും, പക്ഷേ ശരിക്കും അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല. കർമ്മ എല്ലായ്പ്പോഴും പണത്തിലൂടെ ശിക്ഷിക്കില്ല. ചിലപ്പോൾ അത് ഒറ്റപ്പെടലായി വരും, വിശ്വാസം നഷ്ടപ്പെടലായി വരും, മനസമാധാനം നഷ്ടപ്പെടലായി വരും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ശക്തിയുണ്ട്. ഒരാളെ ഉയർത്താനും അതുപോലെ തകർക്കാനും നമുക്ക് വാക്കുകളിലൂടെ സാധിക്കും. നമ്മൾ ഒരാളെ സംസാരത്തിലൂടെ അപമാനിച്ചാൽ അതേ അപമാനം ഒരു നാൾ നിങ്ങൾക്കും സംഭവിക്കും. പക്ഷേ നിങ്ങൾ ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ സഹായം മറ്റൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. കാരണം വാക്കുകൾക്കും കർമ്മമുണ്ട്. ഓർക്കുക, ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മങ്ങളിലൊന്ന് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റമാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവഗണിക്കുന്നവർ പിന്നീട് അതേ അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ എത്തിപ്പെടാറുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നൽകും. എല്ലാ അനുഗ്രഹങ്ങൾക്കു പിന്നിലും തീർച്ചയായും ഒരു നല്ല ഹൃദയമുണ്ടാകും. നല്ല കർമ്മം സൃഷ്ടിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരാളെ സഹായിക്കൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്, ഇതൊക്കെ തന്നെ ധാരാളം. ജീവിതം ബാങ്ക് പോലെയാണ്. നിങ്ങൾ എന്ത് നിക്ഷേപിക്കുന്നു അത് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു ലഭിക്കും. അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കൂ, ക്ഷമിക്കാൻ പഠിക്കൂ, നല്ലത് ചെയ്യൂ. ആരും കാണുന്നില്ലെങ്കിലും ശരിയായ വഴി തിരഞ്ഞെടുക്കുക. കാരണം ജീവിതം എല്ലാം കാണുന്നുണ്ട്. കർമ്മ നിങ്ങളുടെ പുറകെ ഉണ്ട്. കർമ്മ എന്നത് ഭയപ്പെടാനുള്ള കാര്യമല്ല. അത് നമ്മളെ നല്ല മനുഷ്യരാക്കാൻ ജീവിതം നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ലത് ചെയ്യാൻ മടിക്കരുത്. കാരണം ഇന്ന് നിങ്ങൾ ലോകത്തിന് നൽകുന്നത് നാളെ നിങ്ങളുടെ ജീവിതമാകും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.